यस्मान्नो विजते लोको लोकान्नो विजते चयः हर्षामर्ष भयोद्वेगैः मुक्तयः सच्चमे प्रियः. 12-ാം അധ്യായം 15-ാം ശ്ലോകം. വിവർത്തനം. ആരാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥത ഇല്ലാത്തത്, സുഖദുഃഖങ്ങളിലും ഭയ ഉത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവൻ ആരാണോ അങ്ങനെയുള്ള എൻ്റെ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം. ഭക്തന്റെ ഗുണവിശേഷങ്ങൾ ചിലത് വീണ്ടും വിവരിക്കുന്നു. ഒരു ഭക്തനിൽ നിന്ന് ആർക്കും ആശങ്കയ്ക്കോ ഭയത്തിനോ അസന്തുഷ്ടിക്കോ ഇടയില്ല. അയാൾ ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയില്ല. ഏവരോടും കനിവുള്ള അയാൾ മറ്റുള്ളവർക്ക് ഉദ്യോഗകരമായ പ്രവൃത്തികളൊന്നും ചെയ്യുകയില്ല. അതേസമയം തന്നെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർ പെരുമാറിയാൽ അയാളിൽ ഒരു കുരുക്കവും കാണുകയില്ല. ഭഗവത് കരുണ മൂലം ബാഹ്യങ്ങളായ അസ്വാസ്ഥ്യങ്ങളൊന്നും ശോഭിക്കാതിരിക്കാനുള്ള ശിക്ഷണം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഭക്തൻ എപ്പോഴും കൃഷ്ണാബോധത്തിൽ മുഴുകി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭൗതിക പരിതസ്ഥിതികൾ അയാളെ ബാധിക്കുകയുമില്ല. പൊതുവെ ഭൗതിക തൽപ്പരനായ വ്യക്തി ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സുഖപ്രദങ്ങളായ അനുഭവങ്ങളിൽ സന്തുഷ്ടി കൊള്ളും. പക്ഷെ മറ്റുള്ളവർ അത്തരം സുഖങ്ങൾ അനുഭവിക്കുകയും തനിക്ക് കൈവരാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ ദുഃഖിക്കുന്നു. അയാൾക്ക് അസൂയ തോന്നും. ഒരു ശത്രു തന്നോട് പകരം വീട്ടുമെന്ന് ഓർക്കുമ്പോൾ അയാൾ ഭയാക്രാന്തനാകുന്നു. തന്റെ ഏതെങ്കിലും പ്രവർത്തനം എത്തുന്നില്ലെങ്കിൽ വിഷണ്ണനാകുന്നു. ഇത്തരം അസ്വസ്ഥതകൾക്ക് അതീതനായി വർദ്ധിക്കുന്ന ഭക്തൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री वैद्यनाथ शिवाजी हरे Hare Krishna. Thank you all for coming for this program here. എല്ലാവരും ഈ പരിപാടിയിലേക്ക് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. So people in Kerala, they are supposed to be very intellectual. ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരാണ്. So they must be also very philosophical. അപ്പൊ അതുകൊണ്ട് അവർക്ക് തത്വങ്ങളും നല്ലപോലെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. Tattva means, so we have to understand Tattva. Tattva means when the speaker and the audience understand. തത്വം എന്ന് പറഞ്ഞാൽ ആരാണോ പ്രഭാഷണം ചെയ്യുന്നത്, ആരാണോ കേൾവിക്കാരൻ, രണ്ടുപേരും മനസ്സിലാക്കുന്നതിനെയാണ് തത്വം എന്ന് പറയുന്നത്. Higher than Tattva is Paratattva. തത്വത്തെക്കാട്ടിലും ഉപരിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പരതത്വം എന്നാണ്. The speaker understands, but the audience doesn't understand. പരതത്വം എന്ന് പറഞ്ഞാൽ ആരാണോ പ്രഭാഷണം ചെയ്യുന്നത് അദ്ദേഹത്തിന് ആ തത്വം അറിയാം, പക്ഷെ കേൾവിക്കാർക്ക് അത് മനസ്സിലാകുകയില്ല. Even higher is Mahatattva. അതിനും ഉപരിയായ തത്വത്തിനെ മഹാതത്വം എന്ന് പറയും. Here both do not understand. Speaker or the audience both do not understand. മഹാതത്വത്തില് പ്രഭാഷണം നൽകുന്നയാളും കേൾവിക്കാർക്കും രണ്ടും എന്താണെന്ന് അറിയില്ല. So I am hoping to speak simple Tattva. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. So that I understand and you will understand. എനിക്ക് മനസ്സിലാകുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമായ കാര്യം പറയും. And nobody becomes crazy. അപ്പൊ അത് കേട്ട് നിങ്ങൾക്ക് ആർക്കും ഭ്രാന്താവുകയില്ല. സിമ്പിൾ കാര്യമാണ് പറയുന്നത്. There was once a logician. ഒരു ന്യായവാദി ഒരിക്കലുണ്ടായിരുന്നു. He wanted to buy some flour from the millers. കുറച്ച് ധാന്യക്കടയിൽ നിന്ന് കുറച്ച് ധാന്യം മേടിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. Not ധാന്യ കടയിൽ, but where the mill, ഒരു ഫാക്ടറിയിൽ നിന്ന് something like where there is a stone, and you would have seen in the villages with the cow or the bull going around grinding stone. ധാന്യം പൊടിക്കുന്ന ഒരു കടയിൽ നിന്ന് ധാന്യം മേടിക്കാൻ അയാൾ ചെന്നു. So this man wanted to buy some flour. The man said, "Okay, just wait here. I'm busy. I will attend to you." അപ്പം അയാൾ കടയിൽ എത്തിയപ്പോഴത്തേന് അയാൾ
പറഞ്ഞു എനിക്ക് കുറച്ച് ധാന്യം വേണം, പൊടിച്ച ധാന്യം വേണം എന്ന് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യും, ഞാൻ കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞു. So he noticed that the bull was going around, had a bell on its neck. അപ്പൊ ധാന്യം പൊടിക്കുന്നത് ഒരു കാള ഒരു അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അങ്ങനെ ധാന്യം പൊടിക്കുന്നത്. അപ്പൊ ആ കാളയുടെ കഴുത്തില് ഒരു മണി കെട്ടിയിട്ടുണ്ട്. So when the man finished, brought his flour and gave it to him. അപ്പൊ അവസാനം ആ ധാന്യമൊക്കെ പൊടിച്ച് ആ കടക്കാരൻ അയാൾക്ക് ധാന്യം കൊണ്ട് കൊടുത്തപ്പം There is something I want to ask you. അപ്പൊ ഉടനെ ഇയാൾ പറഞ്ഞു, അയാൾ ന്യായവാദിയാണല്ലോ, അയാൾ ഇങ്ങനെ ചോദിച്ചു, എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാണ്. Why do you tie the bell on the neck of the cow or the bull? അയാൾക്ക് എന്ത് കാണുമ്പോഴും സംശയമാണ്. അപ്പൊ അയാൾ ചോദിച്ചു, എന്തിനാണ് കഴുത്തില് ഈ മണി കാളയിൽ കെട്ടിയിരിക്കുന്നത്? The miller said that I am free. I can do whatever I want to do. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ ഇഷ്ടമാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. If no bell, I go give a whack on the bull. ഇപ്പൊ ബെല്ലില്ലെങ്കിൽ ചിലപ്പോ ഞാൻ അതിനൊരു അടി കൊടുക്കാറുണ്ട്. And the bull will start working. അപ്പൊ ആ കാള അതിന് ചുറ്റും കറങ്ങും. So what the logician said, അപ്പം അത് ലോജിഷ്യൻ പറഞ്ഞു, Nyayavadi, he said, what if the bull stands in one place and just shakes his head? അയാൾ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, മണിയുടെ സൗണ്ട് നിൽക്കുമ്പോ ഞാൻ കാള ഇവിടെ നിൽക്കുവാണെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ കാളയ്ക്ക് ഒരു അടി കൊടുക്കും, അപ്പൊ കാള കറങ്ങും. ഇദ്ദേഹം ന്യായവാദി പറയുകയാണ്, എങ്കിൽ ആ കാള ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് കഴുത്താട്ടുവാണെങ്കിൽ നീ വിചാരിക്കും ഒരു കറങ്ങുവാണല്ലോ, അപ്പൊ നീ എന്ത് ചെയ്യും? The miller said, no, the bull won't do that. അപ്പം ഉടനെ ആ കടക്കാരൻ പറഞ്ഞു, ആ കാള ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. Because the bull is not a logician like you. അപ്പൊ കാള നിന്നെ പോലെ ഒരു ന്യായവാദി അല്ല, അതുകൊണ്ട് അങ്ങനത്തെ കള്ളത്തരം ചെയ്യില്ല. So to understand Krishna, we don't need too much of intelligence. കൃഷ്ണനെ മനസ്സിലാക്കാൻ ഒരുപാട് ന്യായങ്ങളൊന്നും ആവശ്യമില്ല. We don't need too much of logic. ലോജിക് ന്യായങ്ങളും ആവശ്യമില്ല, Nyaya and intelligence. ബുദ്ധിയും ആവശ്യമില്ല. So we don't need to. Just have to completely, we have to surrender. We have to surrender to Krishna. നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ കൃഷ്ണന്റെ അടുത്ത് ശരണാഗതി നേടുകയാണ് വേണ്ടത്. So the Bhagavad Gita was spoken. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, The conditioned souls, all of us, നമ്മളെല്ലാം ബദ്ധജീവാത്മാക്കളാണ്. on the path of spiritual advancement. നമ്മൾ ഓരോരുത്തരും ആത്മീയ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. It is presented as principle and details. അത് ആ ഭഗവത്ഗീത എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ തത്വങ്ങളും പറയുന്നുണ്ട്, അതിനെ വിശദീകരിച്ചും പറയുന്നുണ്ട്. The dominating principle of the Bhagavad Gita is to develop Krishna consciousness. അപ്പം ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രാധാന്യമുള്ള തത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കൃഷ്ണാബോധരാകണം എന്നതാണ്. In the details, അതിന്റെ വിശദീകരണം എന്താണ്? Krishna explains the process in 3 ways. അതെങ്ങനെ നമ്മൾ കൃഷ്ണാബോധസ്ഥനാകും എന്നത് 3 തരത്തിലാണ് വിശദീകരിക്കുന്നത്. That is called Karma Yoga, Bhakti Yoga and Jnana Yoga. 3 തരത്തിൽ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. The first 6 chapters is Karma Yoga. ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗമാണ്. The last 6 chapters is Jnana Yoga. അവസാനത്തെ 6 അധ്യായം ജ്ഞാനയോഗമാണ്. In between the two, അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കാണ് is Bhakti Yoga. ഭക്തിയോഗം വരുന്നത്. It's compared to like the oyster, sippy. ചിപ്പിയെ പോലെയാണ്. And there is 2 shells, the outer shell, lower and upper shell. ചിപ്പികൾക്ക് 2 ഷെല്ലുണ്ട്, ഒന്ന് മുകളിലും താഴെ. And you open the shell, there is beautiful pearl. ആ 2 ഷെല്ല് മാറ്റുമ്പോഴാണ് അതിനകത്ത് മുത്ത് കാണുന്നത്. Like that, Bhakti Yoga is like that pearl. അതേപോലെ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ആ ഒരു പേളാണ്, മുത്താണ്. So in today's verse, what we just read, നമ്മൾ ഇന്നത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ, that we have to maintain calmness. We have to be calm all the time. അപ്പൊ ഇതിൽ ഈ ശ്ലോകത്തിൽ പറയുന്നത് നമ്മൾ എപ്പോഴും ശാന്തരായിട്ടിരിക്കണം എന്നതാണ്. Not be involved with anxiety and distress. നമ്മൾ ഒരുപാട് ഉത്കണ്ഠകളും വിഷമത്തിലും പെട്ട് പോകാൻ പാടില്ല. And that way we will not get distracted from the real goal. അപ്പോൾ നമ്മൾ ഇത്തരം വിഷമങ്ങളിലും ഉത്കണ്ഠകളിലും പെട്ടുപോയാൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മറന്നുപോകും. To do this, we have to be absorbed in Krishna. ഇപ്പൊ അങ്ങനെ വിഷമങ്ങളിലും ദുഃഖത്തിലും പെട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും കൃഷ്ണനിൽ തന്നെ പൂർണ്ണമായും ഒഴുകിയിരിക്കണം. If
if you're constantly thinking of Krishna നമ്മൾ കൃഷ്ണനെ കുറിച്ച് നിരന്തരം സ്മരിക്കുകയാണെങ്കിൽ and serving Krishna, കൃഷ്ണനെ സേവിക്കുകയാണെങ്കിൽ that absorption is called samadhi. ആ ഒരു സ്മരണയാണ് സമാധി എന്ന് പറയുന്ന അവസ്ഥ. Now Krishna is the cause of all causes. കൃഷ്ണനാണ് എല്ലാ കാരണത്തിന്റെയും കാരണം. We all know that. നമുക്കെല്ലാം അറിയാതെ Ishvara Brahma Krishna Satchidananda Anadi Sarva Karana Karanam. So, but even the demigods, Devas, they also, and great sages, they also cannot understand Krishna. ഇതിൽ പറയുന്നുണ്ട് വലിയ വലിയ ഉയർന്ന ദേവന്മാർക്കും വലിയ വലിയ മുനിമാർക്കും സാധുക്കൾക്ക് കൂടി പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. At best they can imagine something by mental speculation. അവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് മാനസിക ഊഹാപോഹങ്ങളിലൂടെ കുറച്ചൊക്കെ കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. But it's not possible to understand Krishna totally. പക്ഷെ പൂർണ്ണമായിട്ട് കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. It is not necessary to. അത് വേണമെന്ന് തന്നെ ഇല്ല യഥാർത്ഥത്തിൽ. To understand Krishna, firstly you can't understand and it's not necessary. കൃഷ്ണനെ മനസ്സിലാക്കാനും നമുക്ക് പറ്റില്ല, മനസ്സിലാക്കേണ്ട ആവശ്യകതയും ഇല്ല. Krishna has given us enough intelligence. നമുക്ക് കൃഷ്ണൻ ആവശ്യത്തിന് ബുദ്ധി നൽകിയിട്ടുണ്ട്. To each and everyone differingly, it's not the same. നമുക്ക് പല വിധത്തിലാണ് ബുദ്ധി നൽകിയിരിക്കുന്നത്. To be able to understand and surrender to Him. അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് മനസ്സിലാക്കാനും അദ്ദേഹത്തിൽ പൂർണ്ണ ശരണാഗതി ഇടാനും ഉള്ള ബുദ്ധി നമുക്ക് നൽകിയിട്ടുണ്ട്. The most intelligent person in creation, ഏറ്റവും ബുദ്ധിശാലിയ വ്യക്തി ഈ സംസാരത്തിൽ is Brahma himself. ബ്രഹ്മാവ് തന്നെയാണ്. And he is the most intelligent. അദ്ദേഹമാണ് ഈ സംസാരത്തിൽ ഏറ്റവും ബുദ്ധിശാലി. But even his intelligence cannot be compared to the intelligence of Krishna. പക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ കൃഷ്ണന്റെ ബുദ്ധിയോട് അടുത്ത് പോലും എത്തില്ല. Krishna has given him enough intelligence to maintain the universe. ഈ പ്രപഞ്ചത്തെ സംസാരത്തെ പരിപാലിക്കാനുള്ള ബുദ്ധിശക്തി ബ്രഹ്മാവിന് ഭഗവാൻ നൽകിയിട്ടുണ്ട്. To get out of this material entanglement, ഈ ഭൗതികമായ കുടുക്കുകളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ one has to surrender to Krishna. നമ്മൾ കൃഷ്ണന്റെ അടുത്ത് ശരണം പ്രാപിക്കുക തന്നെ വേണം. And to surrender, we have to understand Him. ശരണം പ്രാപിക്കണമെങ്കിൽ ആദ്യം അദ്ദേഹത്തെ മനസ്സിലാക്കണം. Trying to understand the ununderstandable. യഥാർത്ഥത്തിൽ കൃഷ്ണനെ ആദ്യമേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്ത ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. If someone does not accept Krishna as the Supreme Lord, ഇപ്പൊ ഒരാള് കൃഷ്ണൻ പരമപുരുഷനല്ല എന്നാണ് സ്ഥാപിക്കുന്നതെങ്കിൽ, for instance, only Trivandrum is a big population, only a small number of people are here. ഈ തിരുവനന്തപുരത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, വളരെ കുറച്ച് പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. Even some of you may have doubts whether Krishna is really supreme. ഇവിടെ വന്നവരിൽ തന്നെ എല്ലാവർക്കും പൂർണ്ണ വിശ്വാസമൊന്നുമില്ല കൃഷ്ണനാണ് പരമപുരുഷനെന്ന്. That's because we have not understood Krishna. കാരണം നമ്മൾ കൃഷ്ണനെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. Again, we can't understand Krishna. മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഞാൻ പറയാണ് കൃഷ്ണനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. So now we'll understand more. Let us understand this body. We don't even understand our body. How can we understand Krishna? നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പോലും ഇതിന്റെ ഓരോ അവയവങ്ങളെ നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ കൃഷ്ണനെ മനസ്സിലാക്കും? People think that this is the body. ആൾക്കാർ വിചാരിക്കുന്നു ഇത് ശരീരമാണെന്ന്. And then whatever the body needs, we are running after that. നമ്മൾ ശരീരം എന്തൊക്കെ ആവശ്യമുണ്ടോ അതിന്റെ പുറകെ നമ്മൾ ഓടുകയും ചെയ്യുന്നുണ്ട്. Gita explains and Prabhupada emphasizes. ഗീത പറയുകയും ശ്രീല പ്രഭുപാദ ഊന്നി പറയുകയും ചെയ്യുന്നു. Body means senses. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ്. Higher than senses is the mind. ഇന്ദ്രിയങ്ങളെക്കാട്ട് ഉപരിയാണ് മനസ്സ്. Higher than mind is intelligence. മനസ്സിനെക്കാട്ട് ഉപരിയാണ് ബുദ്ധി. Higher than that is consciousness or identity. അതിനും ഉപരിയാണ് നമ്മുടെ ഞാൻ എന്ന വ്യക്തിത്വം. And finally it's the soul. അതിനുപരിയാണ് കോൺഷ്യസ്നസ്, നമ്മുടെ അവബോധം, അതിനുപരിയാണ് ആത്മാവ്. From the bodily platform we have to go to the spiritual platform. നമ്മളിപ്പോ ശാരീരിക ബോധത്തിലാണ്, അവിടെ നിന്ന് നമ്മൾ ആത്മീയ ബോധത്തിലേക്ക് എത്തണം. So we have to either the senses, either the mind, either intelligence, then only we can come to the idea of consciousness. നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് ഉപരി, മനസ്സിന് ഉപരി, ബുദ്ധിക്ക് ഉപരി എത്തി അവബോധത്തിന് ഉപരി എത്തുമ്പോഴാണ് നമ്മൾ ആത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് എത്തുന്നത്.
of all this, the most important is the mind. ഇത് ഈ ഒരു പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് തന്നെയാണ്. That's why in this particular verse he says, Krishna is telling you must be equipoised in happiness and despair, fear and anxiety. ഈ ഒരു ശ്ലോകത്തില് അതാണ് കൃഷ്ണൻ ഏറ്റവും പ്രാധാന്യമായിട്ട് ഊന്നി പറയുന്നത്. നമ്മളുടെ ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും വരുമ്പോൾ നമ്മൾ സമചിത്തരായിരിക്കണം എന്ന് പറയുന്നത്. That is easily said than done. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. Let's understand how the mind works. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. The mind works by duality. മനസ്സ് ദ്വന്ദ്വത്തിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. Like, dislike, ഇഷ്ടം അനിഷ്ടം. then like you go to your favorite, somebody will say my favorite color is this and I hate that color. ഒരാൾ പറയും എനിക്കിതാണ് നല്ല എനിക്ക് ഇഷ്ടമുള്ള കളർ, വേറൊരാൾ പറയും എനിക്ക് ഇഷ്ടമേ അല്ല. You meet a friend and say, oh, he's the best friend, forever my best friend. ഞാൻ ഇന്നൊരു കൂട്ടുകാരനെ കണ്ടു, അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകാരനാണ്. And then you say he's my worst enemy. ചിലപ്പോൾ വേറൊരാളെ കാണുമ്പോൾ നമ്മൾ പറയും ഇതാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. Young girl loves a boy so much. ഒരു യുവതി ഒരു യുവാവിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. And the boy loves the girl so much. ആ യുവാവ് ആ യുവതിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. Oh, you like the moon, he says. യുവാവ് പറയുന്നു നിന്നെ ചന്ദ്രനെ പോലെ കാണാൻ സുന്ദരിയാണ്. And you are like a jackfruit. The boy tells the girl. എന്നെ മധുരമുള്ള Maybe. Kerala. ഒരു മധുരമുള്ള പഴം പോലെ ഇതാണെന്ന് പറയുന്നു. And then 3 months later they fight. 3 വർഷം കഴിയുമ്പോൾ അവർ പിരിഞ്ഞു പോകും. Did you say Varsham or Masam? 3 months. And then I hate you. അപ്പൊ തിരിച്ചു പറയും നിന്നെ വെറുക്കുന്നു. You look like a dog. നിന്നെ ഒരു നായെ പോലെ കാണാൻ. So this is the functioning of the mind. ഇതാണ് മനസ്സിന്റെ പ്രവർത്തനം. Sankalpa, vikalpa. സങ്കല്പം വികല്പം. Accepting and rejecting. ചിലത് സ്വീകരിക്കും, ചിലത് ഉപേക്ഷിക്കും. So when you are gradually developing spiritual consciousness, നമ്മൾ ആധ്യാത്മിക വളർച്ചയിൽ മുന്നോട്ട് പോകുമ്പോൾ the mind cannot be controlled by the mind. ഇപ്പൊ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കരുത്. All other yogic processes, they will tell you, I will sit down here, I will control the mind. അപ്പൊ നമ്മൾ എല്ലാ യോഗ പദ്ധതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ ദൃഢനിശ്ചയത്തോട് പറയും ഞാൻ ഇവിടെ ഇരിക്കും, എന്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കും. Maybe eyes are closed, അവരുടെ കണ്ണുകൾ അടയ്ക്കും, the mind is awake. പക്ഷെ എന്നാലും മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. Even with the closed eyes, you're looking who's watching, who's not watching. നമ്മൾ കണ്ണടച്ചിരുന്നാലും നമ്മൾ ചിന്തിക്കും ആരാണ് എന്നെ നോക്കുന്നത്, ആരും നോക്കുന്നില്ല. So there is an external show that your mind controlled, but your mind is not controlled. നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മൾ പറയും ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിച്ചു, പക്ഷെ നമ്മുടെ മനസ്സൊരിക്കലും നിയന്ത്രണത്തിലല്ല. But mind control, the word, yesterday I was saying this, the word mind, the English word mind comes from the Sanskrit word man. ഞാൻ മനസ്സ് മൈൻഡ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് സംസ്കൃതത്തിലെ മന എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നത്. And the word mantra, man means mind, pra means to deliver. മന്ത്ര എന്ന വാക്കെന്ന് വെച്ചാൽ മനസ്സിനെ മോചിപ്പിക്കുന്നത്. By mantra you can control the mind. മന്ത്രം കൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. And the best mantra for this particular age is ഈ യുഗത്തിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മന്ത്രം എന്ന് വെച്ചാൽ Hare Krishna, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. When you start chanting slowly, the mind will, you will at least understand that, oh, the body, my mind is disturbed, I am not disturbed. You will understand. നമ്മൾ നാമം ജപിച്ച് തുടങ്ങുമ്പോൾ ക്രമേണ പതുക്കെ നമുക്ക് മനസ്സിലാക്കി തുടങ്ങും ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അത് ആത്മാവായി എന്നെ ബാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമേണ നമുക്ക് മനസ്സിലാകും. The mind is your servant, but now it's become a master. യഥാർത്ഥത്തിൽ മനസ്സിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സേവകനാണ്, പക്ഷെ ഇപ്പൊ മനസ്സ് നമ്മുടെ യജമാനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. By this process, slowly the mind will become your servant. ഈ പദ്ധതി പ്രകാരം നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സ് വീണ്ടും നമ്മുടെ സേവകനായി മാറും. Of course, other things are important like austerity. ചില മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യണം, അതേപോലെ തപശ്ചര്യകളൊക്കെ ചെയ്യണം. And devotional service. ഭക്തിയുത സേവനം ചെയ്യണം. Like today is Ekadashi. ഇന്ന് ഏകാദശി ദിവസമാണ്. So we don't take grains. നമ്മൾ ഇന്ന് ധാന്യങ്ങൾ കഴിക്കില്ല. That is an austerity. അതൊരു തപശ്ചര്യയാണ്. So then the mind is getting, that means you are slowly taking charge. ഇപ്പൊ ഇങ്ങനെ മനസ്സ് ഇങ്ങനെ ഓരോന്ന് ചെയ്യണം എന്ന് പറയുന്ന അതിനെ മനസ്സിനെ നിയന്ത്രിച്ച്
മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. Once you take charge of the mind, then you can take charge of the intelligence. അപ്പൊ പതുക്കെ നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിയെ നിയന്ത്രിക്കാൻ പറ്റും. Then the identity or the false ego, അപ്പൊ പിന്നെയാണ് ബുദ്ധിയെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിഥ്യ അഹങ്കാരം, ആ ബുദ്ധി ahankara is very difficult to control. അത് നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അഹങ്കാരം. False ego is to think that you are everything, you are controller. മിഥ്യ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് എല്ലാത്തിന്റെയും നേതാവ് എന്നുള്ള ചിന്തയാണ്. Real ego is to realize that you are servant of Krishna. യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന്റെ സേവകനാണ്. And your business is to serve Krishna. നമ്മുടെ ഒരേ ഒരു ജോലി വെച്ച് ഭഗവാനെ സേവിക്കാനാണ്. And if you start doing that, നമ്മളത് ചെയ്തു തുടങ്ങിയാൽ and then the whole thing will unfold, everything will be revealed to you. അപ്പൊ അവിടെ മിഥ്യാഹങ്കാരത്തെ ആദ്യമേ നമ്മൾ തകിടം മറിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ശരിയാണ്. Bhakti has many obstacles. ഭക്തിക്ക് ഒരുപാട് തടസ്സങ്ങൾ വരും. You can see in Mahabharata, for instance, that Kunti having so many problems, the Pandavas having so problems. Arjuna himself lost his son Abhimanyu in the battle, young boy. കുന്തി മഹാറാണിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പാണ്ഡവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈവൻ അർജുനന് കൂടി അദ്ദേഹത്തിന്റെ മകനായ അഭിമന്യുവിനെ നഷ്ടപ്പെട്ടു. But we must not be distracted. പക്ഷെ അവരാരും അവരുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചില്ല. If you are in this Kerala country, you all know rowing boat. Everybody knows. നമുക്ക് വള്ളംകളിയൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അത് കണ്ടിട്ടുണ്ട്. If you are rowing a boat with the current in your favor, നമ്മളിപ്പം വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാറ്റ് നമ്മുടെ അനുകൂലമായ ദിശയിലാണെങ്കിൽ then the effort becomes easy. വളരെ എളുപ്പമാണ് നമുക്ക് വള്ളം And you tend to get lazy. നമുക്ക് അങ്ങനെ എല്ലാം എളുപ്പമാണെങ്കിൽ നമ്മൾ തുഴയത്തൊന്നുമില്ല, വെറുതെ മടിപിടിച്ച് ആ വള്ളത്തിൽ ഇരിക്കത്തേ ഉള്ളൂ. And relaxed. നമ്മൾ വെറുതെ ഇരിക്കും. But if the current is going in the opposite direction, പക്ഷെ വെള്ളത്തിന്റെ ആ ഒരു ശക്തി നമ്മൾ തുഴയുന്നതിനെതിരെയാണെങ്കിൽ you'll have to row harder. അപ്പൊ നമ്മൾ വളരെയധികം ശ്രമിക്കണം മുന്നോട്ട് പോകണമെങ്കിൽ. So in spiritual life too, അപ്പൊ ആധ്യാത്മിക ജീവിതത്തിലും അതുപോലെ when faced with difficulties, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ one should be prodded to endeavor more. അപ്പൊ നമ്മൾ കൂടുതൽ വളരെ ശക്തമായിട്ട് ആത്മീയതയിൽ മുന്നോട്ട് നമ്മൾ ശ്രമം നടത്തേണ്ടതാണ്. The avatars, അവതാരങ്ങൾ Rama, Krishna, രാമകൃഷ്ണൻ, they themselves have undergone so many difficulties. അവരും അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ അവർ മുന്നോട്ട് വന്നു. I don't want to give, you all know what I'm speaking about. I don't have to give examples. ഞാൻ അതിന്റെ വീണ്ടും അതിനെക്കുറിച്ച് ഉദാഹരണങ്ങൾ പറയുന്നില്ല. If you don't have the intelligence, now we go to the next point. You don't have enough intelligence to make progress. നമുക്കിപ്പം ആത്മീയതയിൽ പുരോഗമിക്കാൻ ആവശ്യം വേണ്ടുന്ന ബുദ്ധിശക്തി ഇല്ലെങ്കിൽ, by the mercy of this mercy of, what do you call that? Mercy, what mercy is that? Mercy of Krishna. This is the unexplained mercy of Krishna. He will go into action, even though you don't have intelligence. നമുക്ക് ബുദ്ധിശക്തി ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ മുഴുകിയാൽ ഭഗവാൻ നമുക്ക് ബുദ്ധി നൽകും. Krishna will take charge. കൃഷ്ണൻ നമ്മളെ നയിക്കും. And he will give instructions from within. നമ്മുടെ അന്തര്യാമിയായിട്ട് ഭഗവാൻ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. He is seated as Paramatma next to the Jivatma within the body. ഞാനെന്ന് പറയുന്ന ആത്മാവിന് തൊട്ടടുത്തായിട്ട് പരമാത്മാവ് ഭഗവാനുമുണ്ട്. He gives many, what do you call it? He engages in many ways, but most importantly, three things. ഭഗവാൻ പല രീതിയിലാണ് നമ്മളോട് സംവദിക്കുന്നത്, പക്ഷെ 3 തരത്തിലാണ് കൂടുതൽ. Knowledge, ബുദ്ധി നൽകും, remembrance, നമുക്ക് ഓർമ്മശക്തി നൽകും, and forgetfulness. നമുക്ക് മറവിയും നൽകും. It says in the Bhagavad Gita 10th canto, 10th chapter, 10ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. So here he says, to those who are constantly devoted to serving me with love. അപ്പം ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, ആരാണോ എന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നത്, I give the understanding ഞാൻ അവർക്ക് ആ ബുദ്ധിവിശേഷം നൽകും, by which they can come to me. അവർക്ക് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനായി. The word I wanted was costless mercy. This is called costless mercy of the Lord. There are so many stories even in Kerala. There are so many stories where the costless mercy of the Lord
ordinary bhaktas became great. നമുക്ക് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉയർന്ന ആത്മാക്കളുണ്ട്. അവരെല്ലാം ഒരുപാട് ആചാര്യന്മാരുടെ ഉദാഹരണങ്ങളുണ്ട്. അവർക്കൊക്കെ ഭഗവാന്റെ അഹേതുകമായ കാരുണ്യം കൊണ്ട് ഉന്നത ഭക്തിയിലേക്ക് ഉന്നതിൽ പ്രാപിക്കാൻ കഴിയും. The only qualification is നമുക്ക് അതിന് വേണ്ട യോഗ്യത കിട്ടാനുള്ള ഒരേ ഒരു യോഗ്യത എന്തെന്ന് വെച്ചാൽ to engage oneself in Krishna consciousness. നമ്മൾ കൃഷ്ണാബോധത്തിൽ സേവനത്തിൽ മുഴുകുക എന്നതാണ്. With love and devotion, സ്നേഹവും ഭക്തിയോടുകൂടി rendering all kinds of services. നമുക്ക് എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. Offer Krishna a flower, കൃഷ്ണന് ഒരു പൂ സമർപ്പിക്കാം, patram, pushpam, palam, toyam, water, വെള്ളം, ഇല. Very simple. Now you are getting connected to Krishna. വളരെ ലളിതമാണ്. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൃഷ്ണനുമായി ബന്ധമുണ്ടാകും. The ISKCON movement ഇസ്കോൺ പ്രസ്ഥാനം is going around the world, ഈ ലോകമെമ്പാടും educating everybody എല്ലാവരെയും പഠിപ്പിക്കുകയാണ്, on the science of Krishna consciousness. കൃഷ്ണാബോധം പറഞ്ഞു കൊടുക്കുകയാണ്. How to perform devotional service to Krishna. എല്ലാവർക്കും എങ്ങനെ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യാം. And when you do that, നമ്മളത് ചെയ്യുമ്പോൾ your life will become successful. നമ്മുടെ ജീവിതം പരിപൂർണമാകും. At the end of it all, അതിന്റെ അവസാനം go back home back to it. നമ്മൾ തിരിച്ച് ഭഗവാന്റെ ധാമത്തിൽ എത്തുകയും ചെയ്യും. So again, only by performing devotional service to Krishna can you go to the spiritual world. ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിൽ എത്താൻ പറ്റൂ. Bhakti can only be performed to Krishna. ഭക്തി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ സാധിക്കൂ. All other devas we perform puja. മറ്റ് ദേവന്മാർക്കെല്ലാം കൊടുക്കുന്നത് പൂജ മാത്രമാണ്, റെസ്പെക്ട്. And this puja is to live in a for a comfortable life in the material world. പൂജ നമ്മൾ ഒരാൾക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. None of them promise you the spiritual world. ഈ നമ്മൾ ഏത് ദേവന്മാർക്ക് പൂജ ചെയ്താലും അവരാരും നമുക്ക് ആധ്യാത്മിക ലോകം സംഭാവന ചെയ്യുന്നില്ല. In fact, most of the people don't even talk about the spiritual world. ദേവന്മാർക്ക് പൂജ ചെയ്യുന്ന ആരും ആധ്യാത്മിക ലോകത്തിൽ പോകാൻ വേണ്ടിയുമല്ല അത് ചെയ്യുന്നത്. We all come from Hindu families. Unless we read Bhagavad Prabhupada's books, ecstasy. Unless only when we read Prabhupada's books, then we understood there is something called spiritual world. നമ്മളെല്ലാം ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വന്നത്. നമുക്ക് ചിലപ്പോൾ ഇതിനു മുമ്പേ ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഭഗവത്ഗീത പ്രഭുപാദിന്റെ ബുക്കിൽ വായിച്ചാൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക ലോകത്തിനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം കിട്ടുകയുള്ളൂ. By performing some sort of work for Krishna, നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾ ഭഗവാൻ വേണ്ടി ചെയ്യണം. even if you perform accidentally, നമ്മൾ അറിയാതെ കൂടിയായിരിക്കും ചെയ്യുന്നത്. the Lord remembers that. ഭഗവാൻ അത് ഓർത്തു വയ്ക്കും. And He reciprocates at the right time. അദ്ദേഹം അത് തിരിച്ച് പ്രതികരിക്കും ആ കറക്റ്റ് സമയത്ത്. Most devotees will have experienced this. പല ഭക്തന്മാർക്കും ഇവിടെ അത് ഉദാഹരണം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. We eat. നമ്മളെല്ലാവരും കഴിക്കുന്നു. You don't understand what happens there. We understand the process of digestion. നമുക്ക് ആർക്കെങ്കിലും എങ്ങനെ നമ്മുടെ ഭക്ഷണം വയറ്റിലെത്തി അത് ദഹിക്കുന്നു എന്ന് അറിയാൻ പറ്റുമോ? We enjoy eating. നമ്മൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കുകയുള്ളൂ. Something is happening inside the body. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. We take not well, we go and see a doctor. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം. Doctor is giving some medicines. അവര് നമുക്ക് മരുന്ന് തരും. Yellow color, green color, blue color. പച്ച മഞ്ഞ കളറിലൊക്കെ ഉള്ള മരുന്നുകൾ. We just swallow. നമ്മളത് കുടിക്കും. We get better. We understand how. നമ്മൾ മെച്ചപ്പെടും. Do we understand how it's working? നമുക്കറിയാമോ മരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? Want to go to Dubai? ദുബായിൽ പോയി We want to go to Dubai. നമുക്ക് ദുബായിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ We just buy a ticket, നമ്മൾ ടിക്കറ്റ് മേടിക്കുകയുള്ളൂ. sit in the plane. നമ്മൾ ആ പ്ലെയിൻ കയറിയിരിക്കും. We go to Dubai. നമ്മൾ അവിടെ ദുബായിലെത്തും. Do we understand what is a Boeing plane? നമ്മൾ ബോയിങ് പ്ലെയിൻ എന്താണെന്ന് അറിയാമോ? We understand aeronautics. നമുക്ക് അതെങ്ങനെ We don't know. നമുക്കിതൊന്നും അറിയില്ല. But we reach the destination. നമ്മൾ ആ ലക്ഷ്യത്തിലെത്തും. Similarly, Krishna, by performing devotional service, അപ്പൊ അതേപോലെ തന്നെ കൃഷ്ണന്റെ ഭക്തിയുത സേവനം നമ്മൾ ചെയ്താൽ don't worry about it. നമ്മളൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. Krishna will take you in his aircraft. കൃഷ്ണൻ നമ്മളെ തിരിച്ച് ആധ്യാത്മിക Not to Dubai, but to the spiritual world. ദുബായിലേക്കല്ല, ഭഗവാന്റെ ധാമത്തിലേക്ക്. I'll tell you a short story about how simple devotion can
can make a life of a person very successful. അപ്പം ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരു ലളിതമായിട്ടുള്ള ഒരു ഭക്തിയുത സേവനം ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം പരിപൂർണമാക്കിയ കാലത്തെ കുറിച്ച്. How many of you been to Puri, Jagannath Puri? പൂരിയിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട്? Oh, many of you. Very good. ഒരുപാട് പേര് പോയിട്ടുണ്ട്. So this story happened in Puri. ഇത് പൂരി ജഗന്നാഥിൽ നടന്ന ഒരു കഥയാണ്. There was a pujari there by the name of Talicha Mohapatra. Name Talicha Mohapatra. തളിച്ച മഹപത്ര എന്ന് പറഞ്ഞൊരു പൂജാരി ഉണ്ടായിരുന്നു അവിടെ. He was serving Lord Jagannath sincerely അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ജഗന്നാഥനെ പൂജിക്കുകയായിരുന്നു. from morning till night. രാവിലെ മുതൽ രാത്രി വരെ. No union laws and timing and check it out. Nothing. ഇവിടത്തെ പോലെ യൂണിയനിലെ നിയമങ്ങളോ സമയം ചെക്ക് ഔട്ടോ ഒന്നുമില്ല. Completely, as long as the Lord needs him, he'll be there. When the time for the Lord to sleep, he will close everything and go home. ഭഗവാന്റെ വിഗ്രഹം അത് എപ്പം അദ്ദേഹം ശയിക്കാനായിട്ട് പോകുന്നത് വരെ അദ്ദേഹം ആ പൂജാരി കൂടെ ഉണ്ടാകും. Early morning he'll be back in the temple. എന്നിട്ട് ഭഗവാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോകും. പെട്ടെന്ന് ഉണരുന്നതിന് മുമ്പ് വീട്ടിൽ തിരിച്ച് അമ്പലത്തിൽ. The king had a practice of visiting the temple every morning. ഇപ്പൊ എല്ലാ ദിവസവും രാജാവ് ഇവിടെ വന്ന് ക്ഷേത്ര ദർശനം എടുക്കാറുണ്ട്. I understand even the Ramanko king here goes to Anandapatnam. ഞാൻ തിരുവനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയപ്പോഴും ഈ കാര്യം ഞാൻ മനസ്സിലാക്കി. ഇവിടെയും രാജാവ് വരുന്നുണ്ട്. Even today is happening. എല്ലാ ദിവസവും അത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. It is not some fairy story or false അപ്പൊ story. ഇവിടെയും നമുക്കറിയാം രാജാവ് ഇവിടെ വന്ന് എല്ലാ ദിവസവും ദർശനം എടുക്കുന്നത്. അപ്പൊ ഒരു കെട്ടുകഥയൊന്നുമല്ല ഇത്. When the king takes darshan of Jagannath, രാജാവ് വന്ന് ജഗന്നാഥന്റെ ദർശനം എടുക്കുമ്പോൾ the pujari takes the garland from Jagannath, പൂജാരി ഭഗവാന് അർപ്പിച്ച ഗാർലൻഡ് എടുക്കും. garlands the king, ആ പൂമാല രാജാവിന് ഇട്ട് കൊടുക്കും. Mahaprasada garland. മഹാപ്രസാദമായി കൊടുക്കും. So, and the king was of course very happy and he goes back to start his work. രാജാവ് രാവിലെ വന്ന് ദർശനം എടുത്ത് ആ പൂമാല പ്രസാദമായി കിട്ടി സന്തോഷത്തോടെ തന്റെ ജോലി ചെയ്യാനായിട്ട് പോകും. One particular day when the king came, ഒരു പ്രത്യേക ദിവസത്തിൽ രാജാവ് വന്നപ്പോൾ before he was, that particular day, Jagannath, our pujari goes into the altar. ആ ദിവസം രാവിലെ പൂജാരി അൾട്ടറിലെത്തിയപ്പോൾ When he saw that there was no garland, അന്ന് ജഗന്നാഥന്റെ കഴുത്തിൽ ഒരു മാലയും ഉണ്ടായിരുന്നില്ല. he was shocked. അദ്ദേഹത്തിന് അതിശയമായി. Time for the king to come. രാജാവ് വരുന്ന സമയമായി. If I don't give garland, ഞാൻ രാജാവിന് പ്രസാദമായി what മാല will വാങ്ങിയില്ല. happen with me? അദ്ദേഹത്തിന് വളരെ വിഷമാവും. How do I save the situation? ഞാൻ എങ്ങനെ ഈ സിറ്റുവേഷനിൽ രക്ഷപ്പെടും? He had a beautiful garland like this that I am wearing. അദ്ദേഹത്തിന്റെ He was wearing a garland. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു നല്ലൊരു പൂമാല ഉണ്ടായിരുന്നു. He took, what shall I do? I might as well save this. He took out the garland. അദ്ദേഹം ഭഗവാന്റെ ഗാർലൻഡ് ഇല്ല, അതുകൊണ്ട് Garlanded Jagannath. അദ്ദേഹം തന്റെ കഴുത്തിൽ ഇരിക്കുന്ന മാല എടുത്ത് ജഗന്നാഥിന് ഇട്ടു. Very offensive. അതൊരു അപരാധമാണ്. Isn't it? അതെ. One other person, you know, the Alvar story, the 12 Alvars, Andal, used to make garlands and she'll put it on herself to see whether it fits perfectly for Vishnu, and then only she will offer to Vishnu. നമുക്ക് ആൾവാറിന്റെ ഒരു കഥ അറിയാം. അതിലൊരു ആൾവാറ് പൂമാലയൊക്കെ ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഇട്ട് നോക്കും, ഇത് ഭഗവാനെ യോജിച്ചതാണോ എന്നറിയാം. It's a good ending story, but we won't go there. നമ്മൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. And the king walked in, രാജാവ് വന്നു, took the garland and gave it to the king. പൂമാല ഭഗവാന്റെ പൂമാല എടുത്ത് അദ്ദേഹത്തിന് രാജാവിനെ ഇട്ടു. So of course, as usual, the king was very happy. രാജാവിന് വളരെ സന്തോഷമായി. Went back to his palace. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ മടങ്ങി. Do his usual business. അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ ചെയ്തു തുടങ്ങി. And he was looking at the garland very pretty. ആ പൂമാല എടുത്ത് നോക്കിയപ്പോൾ Very fragrant. നല്ല സ്മെല്ലുണ്ടായിരുന്നു. So when he was looking and admiring the garland, ആ പൂമാല ഓരോന്നോരോന്നായി മാറ്റി മാറ്റി നോക്കിയപ്പോൾ എന്താ ഇത്? He pulled out a long hair. അതിൽ നിന്നൊരു വലിയൊരു മുടി കിടക്കുന്നത് Was shocked. അദ്ദേഹത്തിന് അത്ഭുതമായി. In the garland, എങ്ങനെ ഒരു മുടി ഇതിനകത്ത് വരും? somebody has used this garland. എനിക്ക് തരുന്നതിന് മുമ്പ് ആരോ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. Soldiers, Sipai. എല്ലാ അംഗരക്ഷകരെ വിളിച്ചു.
Go and bring Mohapatra here. ആ മഹാപത്ര പൂജാരിയും കൊണ്ടുപോകാം. He seemed like a snake, angry. രാജാവ് വളരെ ദേഷ്യമായി. It is not that he was angry that he got a bad garden. അദ്ദേഹത്തിന് ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മോശം പൂമാല കിട്ടിയതിനെ കുറിച്ചല്ല. He was angry that the Lord is not getting proper service. Somebody is doing something there. അദ്ദേഹത്തിന്റെ ദേഷ്യം ഭഗവാന് ശരിയായ സേവനം കിട്ടുന്നില്ല. ആരെങ്കിലും ഉപയോഗിച്ച ഗാർലൻഡൊക്കെയാണ് ഭഗവാൻ ഇടുന്നതെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. Devotees also understand that our getting angry is not good. But we can get angry for the Lord. If you want to get angry. നമുക്ക് ദേഷ്യം, ഭക്തന്മാര് ദേഷ്യപ്പെടാറില്ല. പക്ഷെ ഭക്തന്മാർക്ക് ദേഷ്യം വരുന്നത് ഭഗവാന്റെ സേവനത്തിന് വിഘ്നം ഉണ്ടാകുമ്പോഴാണ്. This is called transcendental anger. ഇതാണ് ആത്മീയമായിട്ടുള്ള ദേഷ്യം എന്ന് പറയുന്നത്. Hanuman got angry. ഹനുമാന് ദേഷ്യം വന്നു. And burnt the whole of Lanka. ലങ്ക മുഴുവൻ കത്തിച്ചതാണ്. Anyway, back here. So, Mohapatra came there. മഹാഭദ്രയെ വിളിച്ചോണ്ട് വന്നു പണ്ടന്മാര്. What is this? I see a hair in the garden. ദേഷ്യത്തിൽ പറഞ്ഞു, എനിക്ക് ഈ ഒരു പൂമാലയിൽ ഒരു മുടി കാണുന്നുണ്ട്. Mohapatra is a simple man. അദ്ദേഹം ലളിതമായ ഒരു വ്യക്തിയാണ്. He is depending on the Lord. ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിരിക്കുകയാണ്. You can save me. എന്ത് ചെയ്യും? I'm in trouble. ഞാൻ ബുദ്ധിമുട്ടിലായല്ലോ. And blurted out. അദ്ദേഹം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു, That is Jagannath's hair. ജഗന്നാഥന്റെ മുടിയാണെന്ന് പറഞ്ഞു. The king got even more angry. രാജാവിന് വീണ്ടും ദേഷ്യം വന്നു. Jagannath is not Keshava. ജഗന്നാഥ് കേശവൻ മുടിയൊന്നുമില്ല. He is bald. ജഗന്നാഥ് നമുക്ക് മുടി കാണാൻ പറ്റില്ല. He wears a big turban. ടർബൻ ഒക്കെ ഉള്ളൂ. There's no hair. അതിനകത്ത് മുടി വെക്കാൻ Baldy. ബാലാണ്, മുട്ടയാണ്. So the king got very angry. How can he say that the hair is coming from Lord Jagannath? നിനക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ മുടി ജഗന്നാഥിന്റെ അടുത്തെന്നാവുന്ന എങ്ങനെ പറഞ്ഞു? He threatened him. He stuck to the story. Yes, it's Jagannath's hair. പക്ഷേ മഹാഭദ്ര പറഞ്ഞത് ജഗന്നാഥിന്റെ മുടി തന്നെയാണ്. Tomorrow morning I will come to the temple. ഞാൻ നാളെ അവിടെ ക്ഷേത്രത്തിൽ You വരും. have to show Jagannath's hair. നീ എനിക്ക് കാണിച്ചു തന്ന ജഗന്നാഥന്റെ മുടി. If no Jagannath, if Jagannath has no hair, ഇപ്പൊ ജഗന്നാഥന് മുടി ഇല്ലെങ്കിൽ you will have no air. നിന്റെ ഹൃദയത്തിൽ ഒരു പ്രാണവായു പോലും I will കാണില്ല. kill you, I will punish you severely. ഞാൻ നിന്നെ He said, okay. And he went back to the temple and is doing service and then he's crying and telling the ground, don't know what to do. അപ്പൊ അദ്ദേഹം തിരിച്ച് പോയി ക്ഷേത്രത്തിൽ കുറച്ച് സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. And went back home. വീട്ടിലേക്ക് എത്തി. On the way back he bought some poison. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കുറച്ച് വിഷവും മേടിച്ചാ പോയത്. Tomorrow it all depends how it goes. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. Otherwise I will kill myself tomorrow. മോശമായ സംഭവമാണെങ്കിൽ ഞാൻ സ്വയം മരിക്കാം. And then went to bed. എന്നിട്ട് ആ രാത്രിയിൽ Jagannath came in a dream. ജഗന്നാഥ സ്വപ്നത്തിൽ വന്നു. And said, I said, you have served me so nicely. നീ എന്നെ വളരെ നല്ലപോലെ സേവനം ചെയ്തിട്ടുണ്ട്. What is there to worry? എന്തിനാണ് വിഷമിക്കുന്നത്? എന്തിനാണ്? You want me to have some hair? നിനക്ക് കുറച്ച് മുടിയാണ് വേണ്ടത്. I am Jagannath. ഞാൻ ജഗന്നാഥാണ്. I can have hair. എനിക്ക് മുടി ഉണ്ടാവും. I can have the whole universe. എനിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ എന്റെയാണ്. What is the problem? എന്താ പ്രശ്നം? So the Pujari woke up. പൂജാരി എണ്ണിച്ചു. The dream, so he was thinking, is it true or not? What's going to happen? ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയില്ല. Next morning he went he was a bit better because of the dream. He went to the temple. ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഉത്സാഹം തോന്നി. Opened the doors. അദ്ദേഹം ജനലും തുറന്നു. Jagannath's hair was flowing. ജഗന്നാഥന്റെ തലയിൽ മുഴുവൻ മുടികളുണ്ടായിരുന്നു. Not only the back, and down to the floor. റോഡിൽ അല്ല നിലത്ത് വരെ മുടിയുണ്ടായിരുന്നു. Hari Baba, he jumped down and was ഭയങ്കര praying. സന്തോഷമായിരുന്നു. Crying. കരഞ്ഞു. Then he became ready. Okay, now get റെഡിയായി. The garden was there, but it is done nicely. ഗാർലൻഡ് ഇട്ടു. എല്ലാം And വന്നു. the king came. Yes, Mohapatra, what's happening? രാജാവ് വന്നു. I am going to show them. Jagannath had today. ജഗന്നാഥന് മുടിയുണ്ടോ?
Oh Raja, what is the problem? You can see for yourself. അങ്ങ് വന്ന് കണ്ടോളൂ, ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞു. You are very confident. വളരെ So ആശ്വാസം. king came രാജാവ് വന്നു, and when he saw the hair, അതിന് മുടികളെല്ലാം കണ്ടു. he is a Kshatriya. You can't go. ക്ഷത്രിയനാണ്. They will analyze, they won't simply believe what he is saying. കാണുന്നതെല്ലാം ഉടനെ വിശ്വസിക്കില്ല. If you do some wig, വിഗ് എല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി. some glue and stuff the hair. എന്തെങ്കിലും പശ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. So Mohapatra said, മഹാപത്ര പറഞ്ഞു, my lord, please check it yourself. അങ്ങ് തന്നെ വന്ന് പരിശോധിച്ചു നോക്കും. So he went to the deity, വിഗ്രഹത്തിന്റെ അടുത്ത് വന്ന് രാജാവ് took a few strands of hair കുറച്ച് മുടി വലിച്ചു, and he pulled it out. വലിച്ചെടുത്തു. When he pulled it out, blood started dripping. വലിച്ചപ്പോഴത്തേക്ക് അതിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരുന്നു. And of course the king was so shocked, ഇങ്ങനെ അത്ഭുതപ്പെട്ടു. fainted. അദ്ദേഹം ബോധം He കിട്ടി. came around, തിരിച്ചു വന്നു. then he begged Mohapatra for forgiveness. മഹാപത്രയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. Promised him, that he's a king, so he can give cattle and land and jewels. മഹാപത്രയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും രാജാവ് നൽകി. So what was the qualification of Mohapatra? മഹാപത്രയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് യഥാർത്ഥത്തിൽ? Simple devotion, ഭക്തിയുടെ സേവനം, faith in the Lord. വിശ്വാസം ഭഗവാനിൽ. Then the life becomes. അദ്ദേഹത്തിന്റെ ജീവിതം സുലഭമാണ്. So in this story we can also learn a lesson. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാം. And from the promises given by Bhagavan Lord, Bhagavan Krishna ഭഗവാന്റെ പ്രോമിസസ് in the Bhagavad Gita, ഭഗവത്ഗീതയിൽ we can also be successful. നമുക്കും വിജയിക്കാൻ പറ്റും. Very simple, വളരെ ലളിതമാണ്, very easy, എളുപ്പമാണ്, and the highest. ഏറ്റവും ഉന്നതമാണ്. Thank you very much. If there is any questions or comments. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. Yes, Prabhu. Yes, as you mentioned in the last, simple and highest, it's easy also. But I always find it difficult, I don't know, because even though it's easy to follow it, but I find it difficult. So what is the reason for that actually? Your standards are very high. പ്രഭു ചോദിച്ചത് ചോദ്യം Sorry, yes. പ്രഭു ചോദിച്ച ചോദ്യം വളരെ ലളിതമാണ് ഈ ഭക്തിയുദ്ധ സേവനം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എനിക്കിത് ഈ ലളിതമായ ഭക്തിയുദ്ധ സേവനം വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണെന്നാണ് പ്രഭു ചോദിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് പ്രഭുജി പറഞ്ഞത്, അങ്ങ് വച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് വളരെ ഉന്നതമാണ്, അതുകൊണ്ടാണ്. In the ISKCON surrounding, we have got services, so many services. ഇസ്കോണിൽ നമുക്ക് പലവിധമായ സേവനങ്ങളുണ്ടാവും. Sometimes it stretches our time. നമുക്കതിനകത്ത് ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. And because of that, we will not be able to fulfill services. അങ്ങനെ ഒത്തിരി സേവനങ്ങൾ വരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാനുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റാതെ വരും. And that's when we feel this inadequacy that I'm not doing enough. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഞാൻ ആവശ്യം ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല എന്നുള്ള തോന്നൽ വരും. Most importantly, all of us should feel one thing. നമ്മൾ എല്ലാവരും ഒരു കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. None of us are qualified to serve Krishna. നമ്മൾ ആരും കൃഷ്ണനെ സേവിക്കാനുള്ള യോഗ്യതയില്ല. By the mercy of the spiritual master, we are at least getting some service. നമുക്ക് ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് കുറച്ചെങ്കിലും സേവനം ചെയ്യാൻ. By our strength, we cannot go back to the spiritual world. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് ഒരിക്കലും ആധ്യാത്മികതയിലോട്ട് പോകാൻ പറ്റില്ല. Whatever service we are doing, we are doing it as an offering to the Guru. നമ്മൾ എന്തൊക്കെ സേവനം ചെയ്യുന്നു അതെല്ലാം ഗുരുവിനുള്ള ഒരു സമർപ്പണമാണ്. By the Guru's mercy, then we may go back home. ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ആധ്യാത്മികതയിലോട്ട്. Our goal is not to worry about going back home. നമ്മുടെ ഗോൾ, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് ആധ്യാത്മികതയിലോട്ട് പോവുക എന്ന് അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നതല്ല. Our goal is to serve Krishna. നമ്മുടെ ലക്ഷ്യം തന്നെ ഭഗവാനെ സേവനം ചെയ്യാൻ. We serve Krishna here. നമ്മൾ എവിടെയും സേവനം ചെയ്യും. When you go to the spiritual world, we serve Krishna there. നമ്മൾ ആധ്യാത്മികതയിലോട്ട് പോകുമ്പോൾ അവിടെയും ഭഗവാനെ സേവനം ചെയ്യും. So let's not worry about this, whether we are doing it enough or whatever, because like in your standards, you might think that it is inadequate, like your what do you call it, the bar is very high for you. അപ്പൊ നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്ന്. അങ്ങയുടെ ആ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അങ്ങ് വേണ്ടത്ര ചെയ്യുന്നില്ല എന്ന് അങ്ങേക്ക് തോന്നുമായിരിക്കാം.
പക്ഷെ അത് അങ്ങ് ഉയർന്ന സ്റ്റാൻഡേർഡ് വച്ചിരിക്കുന്നത് കൊണ്ടാണ്. But Krishna reciprocates. കൃഷ്ണൻ എന്ത് ചെറിയ കാര്യത്തിലും തിരിച്ചു Things will change. അത് നമുക്ക് ചേഞ്ച് ആവും. I'm not a fortune teller. ഞാനൊരു ഭാവി പറയുന്ന ആളല്ല. But when this desire is sincere, somehow or other things will change. നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേഞ്ച് ചെയ്യും. I can give a lot of examples, but anyway, you understand what I'm saying. ഞാൻ പറഞ്ഞ എനിക്ക് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഇത് മനസ്സിലായി കാണുന്നില്ല. When we do devotional service, even doing simple devotional service, our mind will interfere. So how can we do devotional service and control the mind? എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു ഭക്തിയുത സേവനം കൊണ്ടാണ് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭക്തിയുത സേവനം ചെയ്യാൻ പോലും നമ്മുടെ മനസ്സ് നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട് പല പല കാര്യത്തില്. അപ്പം അങ്ങനെ നമുക്ക് ഡിവോഷൻ സർവീസ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്? The mind, if you see Patanjali Maharaj Yoga Sutras, യോഗസൂത്രം, പതഞ്ജലിയുടെ യോഗസൂത്രം നോക്കിയാൽ they describe the mind. അതിനകത്ത് മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. It's like a drunken monkey. അതൊരു മനസ്സിനെ പറയുന്നത് മദ്യം കഴിച്ച ഒരു കുരങ്ങിനെ പോലെയാണെന്നാണ് പറയുന്നത്. On top of that, it is crazy. മദ്യം കഴിച്ച കുരങ്ങ് മദ്യം മാത്രമല്ല, അതിന്റെ അത് ഭ്രാന്ത് കൂടെയാണ് കുരങ്ങ്. On top of that, I'm not exactly sure, but something like that. Anyway, on top of that, the tail has been chopped off. അപ്പൊ ഞാനിത് കറക്റ്റ് ആണോന്ന് അറിയില്ല, എനിക്ക് ഏകദേശം ഐഡിയയിൽ ഞാൻ പറയാണ്. മദ്യം കുടിച്ച കുരങ്ങ് ഭ്രാന്തായ കുരങ്ങിന്റെ വാലര വെട്ടിക്കളഞ്ഞു. So you can imagine how the monkey will be behaving. അപ്പം ഒരു കുരങ്ങ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റുമോ? That is the position of the mind. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്. We are doing devotional service. നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. The mind may be distracted, നമ്മുടെ മനസ്സ് നമ്മളെ ശല്യപ്പെടുത്തും. but the process must continue. പക്ഷെ ആ ഒരു പദ്ധതി നമ്മൾ എന്തൊരു സേവനം ഏറ്റെടുത്താൽ അത് തുടരുക തന്നെ ചെയ്യണം. And you will develop the love for the service. ആ സേവനം ചെയ്യുമ്പോൾ ക്രമേണ ആ സേവനത്തോട് നമുക്കൊരു സന്തോഷം തോന്നും, സ്നേഹം It തോന്നും. will all happen in time. ഇതെല്ലാം സമയത്തിൽ നടക്കും. Because we have engaged our mind so irrationally. നമ്മൾ പല രീതിയിൽ മനസ്സിനെ ഒരു വൃത്തിയുമില്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. So when we try to bring it under control, അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ there is some rebellious nature. അതിന് തീർച്ചയായിട്ടും ഒരു വിപ്ലവ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. But that's why we are given this process, the whole process. അതുകൊണ്ടാണ് ശ്രീ പ്രഭുപാദ് നമുക്ക് ഈ ഒരു പദ്ധതി നൽകിയത്. From mind control is necessary for sense control. മനസ്സ് നിയന്ത്രിക്കുന്നത് അത്യാവശ്യമാണ്. This is Patanjali Maharaj Maharishi in Yoga Sutras. For mind control, you need sense control. പതഞ്ജലി യോഗസൂത്രയിൽ പറയാണ് മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അത് ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. For sense control, you need mind control. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കണം. For mind control, we chant Hare Krishna mantra. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം. For sense control, we are doing the 4 regulative principles: no meat eating, no intoxicating, no distraction. നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ 4 യമനിയമങ്ങൾ പാലിക്കണം. When you do together, നമ്മൾ ഈ 4 യമനിയമങ്ങൾ അധികം ചെയ്യുമ്പോൾ and slowly the mind will come under control and the sense. അപ്പൊ ക്രമേണ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കും, ആ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കും. But even with fault your devotion in service, performing devotional service, even with mental aparad. അപ്പം മാനസികമായ നിയന്ത്രണം ഇല്ലാതെയാണെങ്കിൽ പോലും അങ്ങ് നമ്മൾ ഭക്തിയുത സേവനം ചെയ്താൽ you will still get benefit. നമുക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും. Don't worry about it. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. Hare Krishna. ഇതുപോലെയുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഭാവാനുഭവം പറയുന്നു. ഇത് നമുക്ക് കിട്ടിയോ ഇല്ലെന്ന് It is said in Bhagavad Gita that while we are performing devotional service, Krishna will grant us intelligence. So how can we understand that whether Krishna has given us intelligence?
ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് ബുദ്ധി നൽകുമെന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഭക്തിയുത സേവനമൊക്കെ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭഗവാൻ ബുദ്ധി നൽകിയോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? Already said that every individual has got intelligence. നമ്മൾ പറഞ്ഞു ഓരോ ജീവജാലങ്ങൾക്കും ബുദ്ധിയുണ്ട്. Enough intelligence for that person. നമുക്ക് എത്ര ആവശ്യമാണോ അത്രയും ബുദ്ധി നമുക്ക് നൽകിയിട്ടുണ്ട്. So there is no question of shortage of intelligence. അപ്പം ആർക്കെങ്കിലും ബുദ്ധി കുറവ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. Only misuse of intelligence. നമ്മുടെ ബുദ്ധിയെ നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കാത്തതാണ് പ്രശ്നം. Like I had a patient who tells me that bad smoker, and I said give up smoking. He said if I give up smoking, I will die. അപ്പോൾ എനിക്കൊരു രോഗിയുണ്ട്. അദ്ദേഹം ഒരുപാട് പുകവലിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അയാളോട് പറയും പുകവലി നിർത്താൻ പറയും. അപ്പൊ അയാൾ പറയും ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ മരിച്ചു പോകും. And like I said, that's what I've been talking. That intelligence, this is what we have, is material intelligence. അപ്പൊ ഇതാണ് നാം പറയുന്നത്. ബുദ്ധി എന്ന് വെച്ചാൽ ഭൗതികമായ ബുദ്ധിയാണ്. So we have to develop the spiritual intelligence. നമുക്ക് ആത്മീയ ബുദ്ധി വേണം. We have to spiritualize it. നമ്മൾ അതിനെ ആത്മീയവൽക്കരിക്കണം. Which is already there but forgotten. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ആത്മീയ ബുദ്ധിയുണ്ട്, പക്ഷെ നമ്മൾ മറന്നു വരിക്കുന്നു. The mere fact that you are a devotee, അങ്ങൊരു ഭക്തനായിരിക്കുന്നത് തന്നെ shows that you are very, very high in intelligence. അങ്ങക്ക് വളരെയധികം വലിയ ബുദ്ധിയുണ്ട് എന്നത് ഞാൻ I തെളിവാണ്. don't think so you have to worry about it. അപ്പൊ അതുകൊണ്ട് ബുദ്ധി കിട്ടിയോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. You need a lot of intelligence to surrender to Krishna. നമുക്ക് ഒത്തിരി ബുദ്ധി വേണം, എങ്കിലേ നമുക്ക് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യാനായിട്ട് പറ്റും. Performing devotional service, but due to some other devotees or other persons has decreased his enthusiasm in performing devotional service in some comments or some actions. So how he become morose and how he can regain his enthusiasm? പ്രഭുവിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ചില ഭക്തന്മാർ നമ്മളോട് ചില കമന്റ്സുകളൊക്കെ പാസ് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യും. അപ്പം നമുക്ക് ഭക്തിയിലുള്ള ഉത്സാഹം നഷ്ടപ്പെടും, നമുക്കൊരു വിഷമം ഉണ്ടാവും. പിന്നെ ആ ഉത്സാഹത്തെ തിരിച്ചെടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? Discrimination is very important. നമ്മൾ വേർതിരിച്ച് കാണണം ഓരോരുത്തരും. അതിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. We should not succumb to sentimentality. നമ്മൾ വികാരത്തിന്റെ പുറത്തങ്ങ് തളർന്നു പോകരുത്. Supposing you plan to go to Vrindavan, നമ്മളിപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ take a taxi and you're on the way. നമ്മളൊരു ടാക്സി എടുത്ത് ഡൽഹിയിൽ നിന്ന് നമ്മൾ പോവുകയാണ്. Get down from the taxi man is demanding a lot of money. നമ്മൾ വൃന്ദാവനത്തിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേന് ടാക്സിക്കാരൻ ഒരുപാട് പൈസ ചോദിക്കും. And many times more than what was agreed upon. നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നതിനെക്കാട്ടി ഒത്തിരി തവണ കൂടുതലായിട്ട് പൈസ ചോദിക്കും. Sometimes you see they'll be fighting and fighting and fighting. നമ്മൾ ഒരുപാട് അതിന് വഴക്കുണ്ടാക്കിയിരിക്കും. And the plane has already left. വൃന്ദാവനത്തിൽ തിരിച്ച് ഡൽഹിയിൽ വരുമ്പോഴാണ്. അപ്പോൾ പ്ലെയിൻ ഓൾറെഡി അവിടെ നിന്ന് പോയി കഴിയും. Goal is to go to Vrindavan. നമുക്ക് ഇവിടുന്ന് വൃന്ദാവനത്തിൽ പോകാൻ വൃന്ദാവനത്തിൽ പോകാനാണ്. Not fight with the taxi man. നമ്മുടെ ഈ എയർപോർട്ടിലെ ടാക്സിക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കലല്ല. Some patients will say they went to the hospital. ചില പേഷ്യൻസ് ഉണ്ട്, അവർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ All the nurses were very rude. ഈ നഴ്സുമാരൊക്കെ ഭയങ്കര മോശമാണ്. I'm not going to the ഞാൻ ആശുപത്രിയിൽ പോകുന്നില്ല, hospital anymore. ഞാൻ ഇനി ആശുപത്രിയിൽ പോകത്തേയില്ല. That's not proper discrimination. അത് ശരിയായ ചിന്താഗതിയല്ല. When such a situation happens, നമുക്ക് അങ്ങനെ ഒരു ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, in a temple situation, നമ്മുടെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ, then you have to firstly you go in front of Krishna and submit to Krishna. നമുക്ക് ടെമ്പിളിനകത്ത് എന്തെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ നേരെ ചെന്ന് ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് സമർപ്പിക്കണം. I'm going about doing my own stuff. ഞാൻ Don't curse the devotee. നമ്മൾ ഒരിക്കലും ആ ഭക്തനെ നിന്ദിക്കരുത്.
That's not our business. അതല്ല നമ്മുടെ പ്രവർത്തനം. We have come here to become servants of Krishna. നമ്മൾ ഇവിടെ വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനല്ല, ഭഗവാന്റെ സേവകനാവാനാണ്. We have not come here to become masters. നമ്മൾ ഇവിടെ ഒരു ഭക്തനെക്കാട്ടും വലിയ ഭക്തനാകാൻ ആഗ്രഹിക്കാനല്ല വന്നത്. So we don't have even the right to chastise another devotee. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സേവകനാണ് എന്ന് വിചാരിച്ച് വഴക്കുണ്ടാക്കാനും നമുക്ക് അധികാരമില്ല. A well realized devotee will just ignore it. ഒരു നല്ല സാക്ഷാത്കാരം കിട്ടിയ ഭക്തൻ മറ്റൊരാൾ വഴക്കുണ്ടാക്കിയാലും അതിനെ അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. If you still feel hurted, then you come in front of the deity and give your petition there. I am minding my business. Oh Lord, this is happening. I don't know what to do. Please take care. ഒരു നല്ല സാക്ഷാത്കാരമുള്ള ഭക്തൻ ഇങ്ങനെ ഒരു വഴക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് അവഗണിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്നിട്ടും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചില വേദനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ, ഞാൻ ഈ രീതിയിലാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നു, എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ സംരക്ഷിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുക. If the series is more offensive, അത് നമ്മളോട് ചെയ്യുന്ന അപരാധം വലിയ കഠിനമുള്ള അപരാധമാണെങ്കിൽ then you will protect your authority. അപ്പൊ നമ്മുടെ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ഭക്തനോട് പറയാം. Your temple authority, നമ്മുടെ ടെമ്പിൾ അതോറിറ്റിയോട് പറയാം. spiritual authority, your guru. ഗുരുവിന്റെ അടുത്ത് പറയാം. Very important. Don't make your own decision. നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കരുത്. Write to your guru and say this is what happened. ഗുരുവിന്റെ അടുത്തേക്ക് എഴുതുക, എന്നിട്ട് ഇതാണ് സംഭവിച്ചത്. And when the guru gives you a solution, ഗുരു നമുക്കൊരു സൊല്യൂഷൻ തരും. you have to accept it. നമ്മളത് സ്വീകരിക്കുക തന്നെ വേണം. You must say that it's coming from Krishna. അത് നമ്മൾ മനസ്സിലാക്കണം, അത് കൃഷ്ണനിൽ നിന്ന് വരുന്നതാണ്. He's got no other interest. ഒരു ഗുരുവിന് മറ്റൊരു ഉദ്ദേശവുമില്ല. His only interest is your welfare. അദ്ദേഹത്തിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ പുരോഗതി മാത്രമാണ്. That's what we should do. What we must not do is harbor revenge, anger. I'll fix you. I'll do this to him. When you do all that, now you're engaging your mind in the wrong way. നമ്മൾ ഒരിക്കലും മറ്റൊരാളോട് അസൂയ പുലർത്തരുത്, മറ്റൊരാളോട് പ്രതികാര മനോഭാവം വയ്ക്കരുത്, മറ്റൊരാളെ അവനോട് ഒരു ഗ്രഡ്ജ് വെച്ച് പുലർത്തരുത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വീണ്ടും ഇത്തരം മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. Many instances where the devotees have come back and apologized to you. പല സന്ദർഭങ്ങളും ഉണ്ട്, നമ്മളോട് ഈ വഴക്കുണ്ടാക്കിയ ഭക്തൻ കുറേ നാളിന് ശേഷം നമ്മുടെ അടുത്ത് വന്നിട്ട് മാപ്പൊക്കെ പറയും. അത് മാതാജിമാരുടെ സൈഡിൽ നിന്നൊക്കെ ആർക്കെങ്കിലും ചോദിക്കണം. How to develop feelings, seriousness in Krishna consciousness. According to human life, rare opportunity to become human firstly, okay, then rare to become Krishna conscious. So what is the done? That question it is a very rare opportunity to get a human life. So even though it is a very rare opportunity she got, she has not developed that seriousness in Krishna consciousness. ചോദ്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണാബോധം മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ വളരെ അപൂർവമാണ്. പക്ഷെ ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൃഷ്ണാബോധം. പക്ഷെ ആ കൃഷ്ണാബോധത്തിൽ എനിക്ക് അത്ര സീരിയസ്നെസ് അല്ല. പക്ഷെ ഞാൻ സീരിയസ് ആകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? The mere fact that you are a devotee, അങ്ങൊരു ഡിവോട്ടി ആയി ഇരിക്കുന്നത് തന്നെ already you are serious. അത് സീരിയസ് ആയതുകൊണ്ട് തന്നെയാണ്. But if you want some taste, പക്ഷെ നമുക്ക് ഭക്തിയിൽ രുചി വേണമെങ്കിൽ, there is 9 stages of bhakti. ഭക്തിയുടെ 9 സ്റ്റേജസ് ഉണ്ട്. Prabhupada said that every ISKCON devotee should reach the Bhava stage. ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട് ഓരോ ഇസ്കോൺ ഭക്തന്മാരും ഭാവ സ്റ്റേജിലെങ്കിലും എത്തണം. Now that is only Babajis can do that, and nowadays you are not qualified, but anyway, but what Prabhupada said. ഇതാണ് ശ്രീല പ്രഭുപാദ് നമ്മളോടെല്ലാം പറഞ്ഞു. നമുക്ക് ആർക്കും ആ യോഗ്യത ഇല്ല എങ്കിൽ കൂടി, In my opinion, at least we should reach the Ruchi stage. നമ്മൾ രുചി സ്ഥലത്തിലെങ്കിലും എത്തിയിരിക്കണം. You have to know more about Krishna. There is so much knowledge about Krishna available.
നമുക്ക് അറിയണം, നമുക്ക് കൃഷ്ണനെ കുറിച്ച് ഒരുപാട് അറിയാനുണ്ട്, കൂടുതൽ അറിയാൻ ശ്രമിക്കണം. So many situations, so many stories, so many things. ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. This is Kerala, ഭൂമി, this ഗുരുവായൂരുണ്ട്. so many stories of. കൃഷ്ണനെ കുറിച്ച് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. So all that should excite you. അതെല്ലാം കേൾക്കാനും ഉത്സാഹം വേണം, അതൊക്കെ കേൾക്കണം, അറിയണം എന്നുള്ള. But if there is a material tinge that I am praying to Krishna that my problem should be solved, if there is a material, say tinge means contamination, that I am praying to Krishna, now my problem should be solved. നമുക്കിപ്പോൾ ഒരു ഭൗതികമായ എന്തെങ്കിലും വാഞ്ചകളുണ്ടെങ്കിൽ അത് കൃഷ്ണനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, അതൊക്കെ ആ ഭൗതിക ആഗ്രഹം പൂർത്തിയാക്കണമെന്ന്. Because it's not fulfilled, there will be no feelings. അപ്പോൾ ആ ഒരു ഭൗതികാഗ്രഹം നടന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ കൃഷ്ണനോട് ഇഷ്ടം തോന്നുന്നില്ല. We are stuck in this material world. നമ്മൾ വീണ്ടും ഭൗതിക ലോകത്തിൽ തന്നെ തുടരും. Krishna is the only person of the 313 million devas who is telling us we are stuck in the material world. ഈ 33 കോടി ദേവീദേവന്മാരിൽ ഒരു വ്യക്തി മാത്രമാണ് ഭഗവാൻ കൃഷ്ണൻ. അദ്ദേഹമാണ് പറയുന്നത് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കിടക്കുകയാണെന്ന്. They are all telling us how to be comfortable in the material world. മറ്റ് 33 കോടി ദേവീദേവന്മാരും പറയുന്ന ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെ ആസ്വദിക്കാം എന്നുള്ള കാര്യം. Only one Mukunda, ഒരു മുകുന്ദൻ മാത്രമാണ് പറയുന്നത്. he is the one who is saying, why are you wasting time? അദ്ദേഹം മാത്രമാണ് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിങ്ങൾ എന്തിനാ സമയം പാഴാക്കുന്നത്. Anityam asukkaram bhogam അനിത്യം അശുദ്ധം ലോകം asasudam dukkhalayam. ദുഃഖാലയം. Why are we attached to this temporary miserable place? ഭഗവാൻ പറയാണ്, എന്തിനാണ് ഈ ഭൗതികമായ ദുരിതപൂർണമായ ലോകത്തിനോട് ഇത്രയും ആസക്തി പുലർത്തുന്നത്? Why are you trying to make permanent plans in this temporary world? ഈ നശ്വരമായ ലോകത്തിൽ ശാശ്വതമായ പ്ലാനുകൾ ഉണ്ടാക്കുന്ന എന്തിനാണ്? Come to me, come to my world. ഭഗവാന്റെ അടുത്ത് വരും, എന്റെ ധാമത്തിലേക്ക് വരും. When you start doing the process of returning back home, back to Godhead, നമ്മൾ തിരിച്ച് ഭഗവാനിലേക്ക് പോകാനായിട്ടുള്ള ആത്മാർത്ഥ ശ്രമം നടത്തുമ്പോൾ you will become completely happy. നമുക്ക് പൂർണ്ണമായ സന്തോഷം വരും. That's the feeling of happiness. അതാണ് സന്തോഷത്തിന്റെ വിധാനം. Brahmabhuta prasannatmana sochitina kamsati says, this happiness is within us and there is no hankering or lamentation. People are hankering when they don't have something and they lament when they scared that they lose something. നമുക്ക് ഇതാണ് ബ്രഹ്മഭൂത വിധാനം എന്ന് പറയുന്നത്. നമ്മുടെ പൂർണ്ണമായ സന്തോഷത്തിന്റെ വിധാനമാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുള്ള ഭയവുമില്ല, എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ആഗ്രഹങ്ങളുമില്ല. നമുക്ക് പൂർണ്ണമായി ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. The Lord has sent us with happiness. ഭഗവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകിയിട്ടുണ്ട്. Satchit Ananda Vigraha. നമ്മൾ ഓരോരുത്തരും സച്ചിദാനന്ദ വിഗ്രഹമാണ്. But we are searching for happiness elsewhere. നമ്മൾ സച്ചിദാനന്ദമായ നമ്മൾ മറ്റേത് നശ്വരമായ കാര്യത്തിലോട്ടാണ് സന്തോഷം അന്വേഷിക്കുന്നത്. Fail to get what we want to get. നമുക്ക് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ And then we feeling depressed. നമ്മൾ വീണ്ടും വിഷമത്തിലേക്ക് പോകും. We just have to do certain things നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം to bring this happiness within. നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാണ് സന്തോഷം കൊണ്ട്. Then you will be happy and full feelings. അപ്പൊ നമുക്ക് പൂർണ്ണമായ സന്തോഷം ഉണ്ടാകും. Hare Krishna. Oh, Hare Krishna. Nice. How can she understand that spiritual master is still giving his enough strength for Anyway, infirmity of the body has nothing to do with the qualification of the soul. ഒരു ശരീരത്തിനുണ്ടാകുന്ന അസുഖം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ യോഗ്യതയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. I have
seen our Guru Maharaj ഞാൻ ആധ്യാത്മിക ഗുരുവിനെ കണ്ടിട്ടുണ്ട് 2 o'clock in the night. രാത്രി 2 മണിക്ക്. I am not this body, I am not this body. ഞാൻ ഈ ശരീരമല്ല ശരീരമല്ല എന്ന് പറയും. So he, for us, one ant bites, alcho, alcho. നമുക്കൊരു ചെറിയൊരു ഉറുമ്പ് കടിച്ചാൽ പോലും നമ്മൾ അയ്യോ അയ്യോ എന്ന് പറയാറുണ്ട്. So there is the spiritual Guru Tattva is very difficult to understand. ഗുരു തത്വം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 3 Tattvas we can't understand. 3 തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. Radha Tattva, രാധാ തത്വം, Shiva Tattva, ശിവതത്വം, and Guru Tattva. ഗുരു തത്വം. Very mystical. We are empowered, all powerful. It's a leela. You must understand. With all this. അതൊരു ലീലയാണ്. അത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. So, because you are saying a God sister, I am part of the medical team of Guru Maharaj. അങ്ങ് എൻ്റെ ദൈവ സഹോദരിയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ആധ്യാത്മിക ജയപ്രതാപ മഹാരാജന്റെ മെഡിക്കൽ ടീമിലെ ഒരു അംഗമാണ്. Against the medical team's advice, not that he is ignoring, but Guru Maharaj is on the move. ചില സന്ദർഭത്തിൽ മെഡിക്കൽ ടീം ചില നിർദ്ദേശങ്ങൾ കൊടുക്കും, പക്ഷെ അത് അദ്ദേഹം അവഗണിക്കുന്നു എന്നല്ല പറയുന്നത്, പക്ഷെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് So he said, who are we to talk about strength and ഇപ്പൊ നമുക്ക് എങ്ങനെ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ശക്തികളെ കുറിച്ചും മറ്റുമൊക്കെ നമ്മൾ ആരാണ് അതിനെ കുറിച്ചൊക്കെ പറയാൻ? he must have crossed 100,000 disciples. 100,000 ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. I don't know, we will tell. But what I'm saying is, you follow the process. നമ്മൾ ആ പദ്ധതി മുന്നോട്ട് പോവാം. Prabhupada in the last days, he could not give initiation directly. ലാസ്റ്റ് സമയത്ത് ശീല പ്രഭുപാദിന് ദീക്ഷ കൊടുക്കാനായിട്ട് പറ്റിയില്ല. There were representatives who gave the. പ്രഭുപാദിന്റെ പ്രതിനിധികളാണ് ദീക്ഷ കൊടുക്കുന്നത്. They all also did very well. They followed the system and the result is there. ആ ദീക്ഷ കിട്ടി, അങ്ങനെ കിട്ടിയ ദീക്ഷയുള്ള ഭക്തന്മാരും പ്രഭുപാദിന്റെ ശിഷ്യന്മാരാണ്, പക്ഷെ പ്രതിനിധികളാണ് ദീക്ഷ കൊടുത്തത്. പക്ഷെ അവരും വളരെ ഉന്നത ഭക്തന്മാരായിട്ട് മാറി. അപ്പം ഒരു ശാരീരികമായ ഇത് അതിനൊരു ബാധകമല്ല. Yes, Prabhu. Prabhu has 2 questions. I think it's getting late, so I'll rapid fire. Quick answers. Isn't it? What time do you close, Prabhu? I can speak. I'm worried about it. I'm alright. Yes, Prabhu, that should. First question. Prabhu is asking, like we find it difficult to chant 16 rounds, but we see that Srila Haridas Thakur was chanting 3 lakh names a day. So how we can understand and think about it? പ്രഭുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് നമുക്ക് 16 മാല ജപിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കാണുന്ന ഹരിദാസ് ഠാക്കൂർ ഒക്കെ 24 മണിക്കൂറും ജപിക്കുന്നത്. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? Haridas is called Namacharya. ഹരിദാസ് എന്ന് പറഞ്ഞാൽ ഇസ്കോൺ നാമാചാര്യൻ. Because of the chanting so many rounds. അദ്ദേഹം ഇത്രയും ജപിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് നാമാചാര്യൻ എന്നാണ് അറിയപ്പെടുന്നത്. He was Brahma himself. അദ്ദേഹം യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് തന്നെയാണ്. This is coming in Chaitanya Leela as Haridas Thakur. അദ്ദേഹം ചൈതന്യ ലീലയിൽ ഹരിദാസ് ഠാക്കൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. According to in Gaudiya Math, ഗൗഡി he മഠത്തിനനുസരിച്ച് is supposed to chant 64 rounds. നമുക്ക് ഗൗഡി മഠത്തിന്റെ നിയമം അനുസരിച്ച് 64 മാല ദിവസം ജപിക്കാറുണ്ട്. When Prabhupada started ISKCON, പ്രഭുപാദ് ഇസ്കോൺ തുടങ്ങിയപ്പോൾ a lot of devotees were complaining, oh, it's too much. പ്രഭുപാദിനോട് പല ഡിവോട്ടീസ് പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, കൂടുതലാണ്. Prabhupada said 32. പ്രഭുപാദ് പറഞ്ഞു 32. Oh, it's too much, how can you do service of 10? അപ്പൊ പറഞ്ഞു 32 ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. Then Prabhupada did 16. പ്രഭുപാദ് പറഞ്ഞു 16. Oh, they started. I said, no, that's fine, it's 16. അവര് ആ സമ്മതിച്ചു 16. It is difficult, I agree, because of your work and all that. നമ്മുടെ ജോലിയൊക്കെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. But it will help you to get Krishna consciousness. പക്ഷെ അത് നമ്മൾക്ക് ഈ 16 മാല ജപിക്കുന്നത് നമുക്ക് കൃഷ്ണബോധം കിട്ടാൻ സഹായകരമാണ്. If you want to achieve something, you want to be a IAS officer or IPS officer, you see them study, how they study. നമുക്ക് IAS ഓഫീസർ ആവണം, IPS ഓഫീസർ ആവണം, എന്തുമാത്രം കഷ്ടപ്പെട്ടവർ പഠിക്കും, how they are struggling to achieve it. എത്ര ഉത്സാഹമായിരിക്കും അത് കിട്ടാനായിട്ട്. So here we are asking you to
an opportunity to go back to the spiritual world. ഇവിടെ നമ്മൾ നിങ്ങളോട് പറയാണ് നമുക്കൊരു തിരിച്ച് ആധ്യാത്മികതയിലേക്ക് പോകാനുള്ള അവസരമാണ് നൽകുന്നത്. Difficult, yes. Impossible, no. ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല. Time management. I don't know your time management. You got family, this, that. You're working. So in the morning, when I first started, in the morning itself I'll finish about at least 12-14 rounds. ടൈം മാനേജ്മെന്റ് വളരെ പ്രാധാന്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ 16 മാലയിലും പൂർണ്ണമായിട്ട് അത് തീർക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 14 മാല വരെ ഞാൻ രാവിലെ തന്നെ തീർക്കും. So it is difficult, but keep going ahead. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്കത് ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും സാധിക്കും. A normal person born and die, as the change the body, he forget everything related to previous life. But in Krishna's case, he remembered everything related to his early life as well. Here is a story where a hunter arrow hit the Krishna and Krishna left their body. Pandavas do the cremation, but heart doesn't burn. Then a voice of God comes from the sky, you can't burn the heart. Flow the heart in ocean. Then a king found it in Jagannath Puri and temple was made. How was it possible? It was a leela of Krishna or anything else? Please explain. ഇതിനകത്ത് അദ്ദേഹം ഒരു കഥ പറയുകയാണ്. അതിൽ പറയുന്നത് കൃഷ്ണൻ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു എന്നാണ് അതിനകത്ത് പറയുന്നത്. അതിൽ അവര് ഹൃദയം മാത്രം കത്തിച്ചു കളയാൻ പറ്റിയില്ല. ഹൃദയത്തെ വെള്ളത്തിലേക്ക് എടുത്തിട്ടപ്പോൾ അത് ഒഴുകുകയും ഒരു രാജാവിന് അത് കിട്ടുകയും അവര് ജഗന്നാഥ് പുരി ക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് ശരിയാണോ, അത് വെറും കെട്ടുകഥയാണോ, എന്താണ് എന്ന് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും. Now, this is something that the Vaishnavas are involved with. Very important that Vaishnavas, they don't talk about the departure of the avatars like Krishna and Rama. വൈഷ്ണവസ് സാധാരണഗതിയിൽ ഭഗവാന്റെ തിരോഭാവത്തെ കുറിച്ച് സംസാരിക്കാറില്ല. Krishna and Rama, they've already established the supreme personality. കൃഷ്ണനും രാമനും പരമദിവ്യത്വ പുരുഷനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. Which means they can do anything. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. Krishna leaves a material shadow, some shadow. കൃഷ്ണൻ തന്റെ ഒരു ഭൗതിക തോടാണ് കളഞ്ഞത്. To satisfy the atheists, അത് നിരീശ്വരവാദികളെ തൃപ്തിപ്പെടുത്താനും materialists, ഭൗതികവാദികളെ തൃപ്തിപ്പെടുത്താനും അദ്വൈതവാദികളെ തൃപ്തിപ്പെടുത്താനും for these people, make them happy. അപ്പൊ അവർക്ക് തൃപ്തി വരാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. So they can jump and join. They say, "Oh, he died." അവർക്ക് വളരെ സന്തോഷം കിട്ടും. ആ കൃഷ്ണൻ എന്ന് പറഞ്ഞ സാധാരണ വ്യക്തിയാണ്, അദ്ദേഹം മരിച്ചു എന്നൊക്കെ പറയാം. Srimad Bhagavatam explains how the Lord left this material world to the spiritual world in full glory. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട് കൃഷ്ണൻ തന്റെ പൂർണ്ണ സ്വരൂപത്തിൽ തന്നെയാണ് ആധ്യാത്മിക ലോകത്തിലേക്ക് പോയത്. Speaking about the Jara hunter shooting the arrow, ജര എന്ന് പറഞ്ഞ ഒരു വേടൻ ഭഗവാനെ അമ്പ ചെയ്തു എന്ന കഥ. there's a place in Gujarat, I can't remember, ബെരാവൽ എന്ന സ്ഥലത്ത് ഇത് ജര is supposed to happen. അവിടെയാണ് നടന്നത്. I'll take you back to Ram Leela. ഞാൻ രാമലീലയിലേക്ക് പോയി. Ram Leela, there was fight between Sugriva and Bali. അവിടെ സുഗ്രീവനും ബാലിയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. And in that war, the battle, Lord Ram killed Bali. അവിടെ ആ യുദ്ധത്തില് ബാലിയെ ഭഗവാൻ കൊല്ലുകയുണ്ടായി. When dying, Bali is saying, "Why did you kill? Why did you take sides? So why did you support? Why are you killing me?" അപ്പൊ ബാലി മരണ സമയത്ത് ബാലി ഭഗവാനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് അമ്പ ചെയ്തത്, എന്തിനാണ് എന്നെ വധിച്ചത്? So he said, "You didn't protect the rules of the world. You took his wife," and so many complaints. അപ്പം അങ്ങ് ചില തത്വങ്ങൾ തെറ്റിച്ചു, മറ്റേ സുഗ്രീവന്റെ പത്നിയെ അപഹരിച്ചു, അങ്ങനെ ഒരുപാട് ഇത് ഭഗവാൻ പറഞ്ഞു. What he said, "I am a monkey. I got no rules."
അപ്പോൾ അവരുടെ ബാലി പറഞ്ഞു, ഞാനൊരു കുരങ്ങനല്ലേ, എനിക്ക് എന്തിനാണ് നിയമങ്ങൾ പാലിക്കുന്നത്? He said, you studied the Vedas, you have to follow Dharma. You know, and he didn't follow. പക്ഷെ നിനക്ക് അറിയാമല്ലോ ഈ ധർമ്മമാണെന്ന്, എന്നിട്ട് നീ അത് പാലിച്ചില്ല. And it's mentioned that Lord Ram showed in this, the Vishwarupa, അവിടെ വെച്ച് രാമചന്ദ്രമൂർത്തി തന്റെ വിശ്വരൂപം കാണിക്കുകയും and then consoled him. അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. In my next Leela, എന്റെ അടുത്ത ലീലയിൽ when I appear as Krishna, ഞാൻ കൃഷ്ണനായിട്ട് വരുമ്പോൾ you can take revenge. നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം. You shoot your arrow, you shoot, and then I will go back to it. അങ്ങക്ക് എന്റെ ശരീരത്തിലേക്ക് അമ്പയിക്കാൻ ഞാൻ അത് വെച്ച് തിരിച്ചാദ്യമേലോട്ട് പോകാം. Imagine, okay, this is called Maushali Leela in Mahabharata. ഇതിനെയാണ് മൗഷല ലീല എന്ന് മഹാഭാരതത്തിൽ പറയുന്നത്. Even if Vaishnavas read Mahabharata, even if Vaishnavas read Mahabharata, even if Vaishnavas read Mahabharata, വൈഷ്ണവര് മഹാഭാരതം വായിച്ചാലും when it comes to Maushali Leela, മൗഷല ലീലയുടെ ഭാഗത്ത് വരുമ്പോൾ turn the page, they don't read അവർ ആ പേജ് വായിക്കാറില്ല, അത് മാറ്റിക്കളയും. because it is not necessary, it is very painful. അത് വായിക്കേണ്ട ഇഷ്ടമല്ല അവർക്ക്, അത് കേൾക്കുമ്പോൾ വേദന ഉണ്ടാവും. It is a Leela. അതൊരു ലീല തന്നെയാണ്. It is true that he left something in the heart and all that, but Krishna is spiritual. He doesn't have compartments. He doesn't have a heart. It's not like our body. നിരീശ്വരവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ ഇതൊക്കെ വച്ചിട്ടുണ്ടെങ്കിലും ഭഗവാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആത്മീയ വ്യക്തിത്വമാണ്. He doesn't have compartment. There is no heart, kidney, liver, heart transplant, nothing. നമുക്ക് പോലുള്ള ഹൃദയം, കിഡ്നി അതൊന്നും ഭഗവാനില്ല. Arteries, veins, no, he doesn't have all that. വെയിൻസ്, ആർട്ടറി അതൊന്നുമില്ല. But he will say in the battlefield he was on the chariot and he was sweating. അപ്പൊ പല ബാറ്റിൽ ഫീൽഡിൽ അദ്ദേഹത്തിന് യുദ്ധം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വേർത്തു എന്ന് പലരും പറയാം. Arrows hit him and blood was coming. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അമ്പ് കൊണ്ടു, അതിന് രക്തം വന്നു എന്ന് പറയാറുണ്ട്. He is acting to be a charioteer and he is doing a perfect act. അദ്ദേഹം ഒരു തേരാളിയായിട്ട് അഭിനയിക്കുകയാണ്, അത് കറക്റ്റായിട്ട് അദ്ദേഹം So അഭിനയിക്കുകയാണ്. he is exhibiting, Prabhupada says, he is exhibiting. So that people will say, oh, he is also suffering. Krishna is also suffering. അദ്ദേഹം അവതരിപ്പിക്കുകയാണ് സ്വയമായിട്ട്. നമുക്ക് തോന്നും ഭഗവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. When back to camp and they remove the arrows, അദ്ദേഹം തിരിച്ച് അവര് ചെല്ലുമ്പോൾ ആ അമ്പുകളൊക്കെ there മാറ്റുമ്പോൾ is no evidence of any injury on his body. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള മുറിവുകളുടെ പാടുമില്ല. So because of that, we don't give importance because we already established Krishna as the supreme personality of Godhead. Like in Bhagavad Gita, it's already established. And for the Supreme Lord to do some little things is not a big thing. അപ്പോൾ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ചർച്ച ചെയ്യാനോ ചിന്തിക്കാനോ ഒന്നും താല്പര്യമില്ല. നമുക്ക് ഓൾറെഡി ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നും അദ്ദേഹത്തിന്റെ ശരീരം പൂർണ്ണമായ ആത്മീയമാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. We are trying to develop love of Godhead. നമ്മൾ ഇവിടെ വന്നത് അദ്ദേഹത്തെ ഈ കാര്യം ചർച്ച ചെയ്യാനല്ല, ഭഗവാനോട് സ്നേഹം ഉണ്ടാക്കാനാണ്. This is a waste of time. അതുകൊണ്ട് അത് വെറും സമയം പാഴാക്കലാണ്. Even Chaitanya Mahaprabhu's time, ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് കൂടി he relished Gita Govinda അദ്ദേഹം ഗീതാ ഗോവിന്ദം അദ്ദേഹം വളരെയധികം ആസ്വദിച്ചിരുന്നു. because of the intimate pastimes between Krishna and Radharani. രാധാറാണി കൃഷ്ണൻ തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിനെ കുറിച്ചാണ് അത് പറയുന്നത്. Vaishnavas are forbidden to read പക്ഷെ വൈഷ്ണവർക്ക് അത് ഗീതാ ഗോവിന്ദം വായിക്കാൻ അനുവാദമില്ല. because we will misunderstand. കാരണം നമ്മൾ അത് കേൾക്കുമ്പോൾ അത് ഭൗതികമാണ് തെറ്റുന്നത്. We will think there's some cheap romantic thing going on like film stars or something like that. ഗീതാ ഗോവിന്ദം കേൾക്കുമ്പോൾ ഒരു സിനിമാ നടന്മാരും സിനിമാ നടിമാരും തമ്മിലുള്ള ബന്ധം പോലെ നമുക്ക് തോന്നും. So we avoid certain things. നമ്മൾ അതുകൊണ്ട് അതൊന്നും വായിക്കാറില്ല. It is not useful for our bhakti. നമ്മുടെ ഭക്തി വളർത്താൻ അതൊന്നും നമ്മളെ സഹായിക്കില്ല. Let them have their own discussion and അത് ഉന്നതരായ ഭക്തന്മാര് അവരത് തമ്മിൽ ചർച്ച ചെയ്തോട്ടെ, നമുക്കത് ആവശ്യമില്ല.
എന്ന് പറഞ്ഞാൽ മംഗളാരതിയും ദർശനാരതിയും സ്വന്തം വീട്ടിലെ അൾത്താറിൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമുക്കെല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് ദൂരെ താമസിക്കുന്നവർക്കും മംഗളാരതിയും ദർശനാരതിയും വീട്ടിൽ തന്നെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണോ അതോ നിർബന്ധമല്ലേ? എന്താണ്? We are following the Narada Pancharathra system. നമ്മൾ നാരദ പഞ്ചരാത്ര പദ്ധതിയാണ് പിന്തുടരുന്നത്. We are not qualified to worship Krishna. നമ്മൾ ആരും കൃഷ്ണനെ ആരാധിക്കാനുള്ള യോഗ്യതയില്ല. At the best we can worship Lakshmi Narayana. നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് ലക്ഷ്മി നാരായണനെ വർഷിപ്പ് ചെയ്യാന്നുള്ളതാണ്. Now there are certain rules to be followed. ലക്ഷ്മി നാരായണ ആരാധനയിൽ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. Even ISKCON we have to follow certain rules. ഇസ്കോണിലായാൽ കൂടി നമ്മൾ ചില നിയമങ്ങൾ പാലിക്കും. Based on this Narada Pancharathra. നാരദ പഞ്ചരാത്രം അനുസരിച്ച്. Deity means the deity in the temple. The main deity in the temple. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലുള്ള വിഗ്രഹമാണ് യഥാർത്ഥ It വിഗ്രഹമാണ്. is mandatory to attend the Mangalarati and all that in the temple. മംഗളാരതി ക്ഷേത്രത്തിൽ ഉള്ളതിനെ വരിക എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. Sometimes devotees will come to keep some deities at home. ചിലപ്പോൾ ഭക്തന്മാർ സ്വന്തം വീട്ടിൽ കുറച്ച് വിഗ്രഹങ്ങൾ വയ്ക്കും. They will say, I am doing worship at home, so I don't have to go to അവർ temple. പറയും ഞാൻ വീട്ടിൽ ആരാധിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. That is not acceptable according to Pancharatra. പഞ്ചരാത്ര വിധി അനുസരിച്ച് അത് ശരിയല്ല. According to the system, the deity at home is already there in the temple. ആ സിസ്റ്റം പഞ്ചരാത്ര വിധി അനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ള വിഗ്രഹം നമ്മുടെ മൂലവിഗ്രഹം അതായത് അമ്പലത്തിലുള്ള വിഗ്രഹത്തിനുള്ളിൽ തന്നെ ഉണ്ട്. They have come here to take darshan. നമ്മൾ അവിടെ പോയി ദർശനം എടുത്താൽ മതി ക്ഷേത്രത്തിൽ. So what we have to do is you have to juggle nicely. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവ്വം നമ്മുടെ ഈ പ്രവർത്തനത്തെ തരംതിരിക്കണം. When you cook at home and whatever you do at home, then you can take to the home deity and worship and offer all that you can do. നമ്മൾ എന്തായാലും ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ആ ഭക്ഷണമൊക്കെ നമ്മുടെ വീട്ടിലെ വിഗ്രഹത്തിന് നിവേദിക്കാം, അത് കുഴപ്പമില്ല. But the focus must be the temple. പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ തന്നെ ആയിരിക്കണം. Not at the expense of the temple. ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ മറന്ന് സ്വന്തം വിഗ്രഹത്തിന്റെ പൂജ ചെയ്യാനായിട്ട് പോകരുത്. Who came first? Kshetram came first or your? ആരാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന ക്ഷേത്രത്തിലെ വിഗ്രഹമാണോ എന്ന് നമ്മുടെ സ്വന്തം വീട്ടിലെ വിഗ്രഹമാണ്. Because of the deity in the temple, that's why you got deities in your house. നമുക്ക് ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ മറന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിലെ വിഗ്രഹം വന്നതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വിഗ്രഹം വന്നിരിക്കുന്നത്. Of course, in very difficult circumstances, then supposing you're saying 100 miles away from the temple, you can't come daily. ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യം, അതായത് ഒരു 250 കിലോമീറ്റർ ഒക്കെ ദൂരെയാണ് ക്ഷേത്രത്തിൽ, എങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റില്ലായിരിക്കാം. So that should be an exception, not the rule. അവിടെ മാത്രമേ നമുക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ. വളരെ ആഴത്തില് നമുക്ക് ഇത്രയും നേരം ഭഗവത്ഗീതയുടെ തത്വങ്ങൾ മനസ്സിലാക്കി തരികയും നമ്മുടെ ഒരുപാട് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന സംശയങ്ങൾക്കൊക്കെ വളരെ ആഴത്തിൽ അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. വളരെ കമ്പാഷനേറ്റ് ആയിട്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകുകയും ചെയ്തു. അപ്പം ഹിസ് ഗ്രേസ് ആദിപുരുഷ പ്രഭുജിക്ക് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama,